വെൽക്കം ബാക്ക് ടു ഡൂമാൻ 400. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. വീട്ടിൽ ഉച്ചവരെ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും പുതിയ കണ്ടന്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി. ഓക്കെ, നമ്മൾ ഏകദേശം വീട്ടിലുള്ള ദിവസമൊക്കെ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ടൈമും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യൽ. വർക്കിന് പോയി കഴിഞ്ഞാൽ ഏകദേശം 1-2 മാസം കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് വരും. ഓക്കെ, ഈ വീട്ടിലെ ഡെയിലി റൊട്ടീനും അതേപോലെ തന്നെ ഈ വർക്കിന് പോയി കഴിഞ്ഞാൽ ഡെയിലി റൊട്ടീനും ഫുൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നമ്മൾ വർക്കിന് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കൂല, കറക്റ്റ് ടൈമിൽ എണീക്കൂല, കറക്റ്റ് ടൈമിൽ കിടക്കൂല, അങ്ങനെ കുറേ മിസ്റ്റേക്ക് ഉണ്ടാവും. വീട്ടിലുണ്ടാകുമ്പോൾ എണീക്കുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10:45-11 മണി ടൈമാണ്. പിന്നെ എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ എണീക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എണീറ്റവിടെ ചെയ്യുന്ന ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കുറേ പെറ്റ്സ് ഉണ്ട്, മീനുണ്ട്, ലവ് ബേർഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലോണ്ട് നമ്മൾ എണീറ്റപാട് ചെയ്യുന്ന കാര്യം അവർക്ക് ഫുഡ് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് മീനിന് കൊടുക്കും. അതിനുശേഷം എൻ്റെ വീടിൻ്റെ താഴെയും കുറച്ച് മീനുണ്ട്, മുകളിലും കുറച്ച് മീനുണ്ട്, അതേപോലെ തന്നെ ലവ് ബേർഡ്സ് പുറത്താണ്. വീട്ടിലുള്ള സമയത്തൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് എണീറ്റപാട് കൊടുക്കും. ഈ മുകളിലത്തെ ടാങ്കിലെ മീൻ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡും അതേപോലെ തന്നെ കോഴിക്കാർപ്പും, പിന്നെ താഴത്തെ ടാങ്കിലെ പക്കോ എന്ന് പറയും. ഓക്കെ, പിന്നെ ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന മാത്രമല്ല, ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇവരുടെ കൂടെ ടൈമും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ബോഡിയിൽ എന്തെങ്കിലും മാർക്കോ അല്ലെങ്കിൽ വൈറ്റ് സ്പോട്ടോ ഫംഗസോ ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും, ക്വാറന്റൈനും കാര്യങ്ങളൊക്കെ മാറ്റും. മിക്സ്ഡ് ടാങ്ക് ആണെങ്കിൽ അതിൽ നിന്ന് സെപ്പറേറ്റ് ആക്കും. കാരണം ബാക്കിയുള്ളവരും കൂടിയിട്ട് ഇത് വരണ്ടെന്ന് വെച്ചിട്ട് അതിന് മാറ്റും, ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും ആ ടൈമിൽ തന്നെ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഫുഡും കാര്യങ്ങളൊക്കെ. നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ ഓസ്കാറാണ്. ഇത് നമ്മൾ ചെറിയ സൈസിൽ വാങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം അത്യാവശ്യം വണ്ണം വെച്ചു. അപ്പോൾ ഫൈറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ വീഡിയോകളൊന്നും എടുത്തിട്ടില്ല. പിന്നെ മുകളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗൗരാമി ഉണ്ട്. ഈ ഗൗരാമി ഒരിക്കൽ ബ്രീഡായി അത്യാവശ്യം പ്രൈസും കാര്യങ്ങളൊക്കെ വന്നതാണ്. അത് നമ്മൾ പിന്നെ പെട്ടെന്നൊരു സിറ്റുവേഷൻ ആയപ്പോൾ നമ്മൾ കൊടുത്തു. ഇതിലുള്ള മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗപ്പി ഉണ്ട്, ജെറ്റ് ബ്ലാക്ക് ഗപ്പി ഉണ്ട്, അതുപോലെ തന്നെ മോളി ഉണ്ട്, പ്ലാറ്റി ഉണ്ട്, അങ്ങനെ എല്ലാ മിക്സ്ഡ് മീനും അതിലുണ്ട്. ഓക്കെ, പിന്നെ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ബേർഡ്സ് ആണ്. ഓക്കെ, ലവ് ബേർഡ്സ് നമ്മൾ എണീറ്റ ഉടനെ ഈ വെള്ളം കാര്യങ്ങളൊക്കെ മാറ്റി വെക്കും, അതേപോലെ തന്നെ ഫുഡ് കൊടുക്കും. പിന്നെ വീക്ക്ലി 2 ടൈം അതിൻ്റെ താഴെ പിരിച്ച പേപ്പറും കാര്യങ്ങളൊക്കെ മാറ്റും. പിന്നെ അതിൻ്റെ മേത്ത് എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കും, അതായത് തമ്മിൽ അടി കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മേത്ത് മഞ്ഞളും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ ഈ ഒരു ലവ് ബേർഡ്സിൻ്റെ കൂട് കുറച്ചും കൂടി വലുതാക്കേണ്ട പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലവ് ബേർഡ്സിനെ വലിയ കൂട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ കൂട്ടിലേക്ക് വരാൻ പോകുന്നത് പിഞ്ചസ് ആയിരിക്കും. അതിനുശേഷം നമ്മളുടെ മൊബൈൽ എടുത്ത് നോക്കും, അതിൽ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ നമ്മൾ എസ്റ്റഡേ ഇട്ട വീഡിയോ ഏത് റീച്ച് എത്തി, ചാനൽ എങ്ങനെയുണ്ട്, അതൊക്കെ നോക്കുന്ന ഈ ഒരു ടൈമിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ പല്ല് തേക്കാൻ പോകും. പല്ല് തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്കൽ ഇറങ്ങാത്ത ഇറങ്ങും, അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നിടക്ക് തന്നെ ഇരിക്കും, അല്ലെങ്കിൽ നമ്മൾ മുകളിൽ പോകും. പിന്നെ മീനിൻ്റെ കൂടെ ടൈം കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യും. പിന്നെ എന്തെങ്കിലും മീനിൻ്റെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ചെമ്മീനൊക്കെ ചേറ്റിൽ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ഈ ലവ് ബേർഡ്സിന് നമ്മൾ തുളസി, മല്ലിച്ചപ്പ് അങ്ങനത്തെ സംഭവമൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു ടൈമിലാണ്, നമ്മൾ പല്ല് തേക്കുന്ന ടൈമിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്നിക്കൽ വണ്ടീൻ്റെ അടുത്ത് പോകും. പിന്നെ എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ വണ്ടി ജസ്റ്റ് ഒന്ന് കൈ വെക്കുക, വണ്ടി തുടച്ച് വെക്കുക, വണ്ടി സെറ്റാക്കി വെക്കുക. എന്തെങ്കിലും പോകുന്ന സ്ഥലത്ത് കൊടുക്കാണ്ടെങ്കിൽ ആ സാധനമൊക്കെ വണ്ടിയിലെടുത്ത് വെക്കുക. അപ്പോൾ അങ്ങനത്തെ ഒക്കെയാണ് നമ്മുടെ ഈ ഒരു വീട്ടിലുള്ള സമയത്ത് ഡെയിലി റൊട്ടീനായിട്ട് വരുന്നത്. വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിബിഷൻ ഫീൽഡാണ്. ഓരോ ടൈമിൽ ഓരോ സ്ഥലത്തായിരിക്കും. ഒന്നുകിൽ കണ്ണൂരായിരിക്കും, കാസർഗോഡ് ആയിരിക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരം ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ടൈം ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ വരുന്നത് ഈവനിങ് ആണ്. ഈവനിങ് മുതൽ നമുക്ക് നൈറ്റ് വരെയാണ് അതിൻ്റെ ടൈം ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് പകൽ മൊത്തം ഫ്രീ ആണ്. ഈവനിങ് ഡ്യൂട്ടി കയറി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒരു 9-10 മണിയാകുമ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിലെത്തും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലെ സമയത്ത് എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ വണ്ടി റെഡിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകാണ്ടാവും. അപ്പോൾ ആ ടൈമിൽ പോകാണ്ടെങ്കിൽ വണ്ടി എടുത്ത് എവിടെയെങ്കിലും പോകും. പിന്നെ ഒന്നെങ്കിൽ ഈവനിങ്ങോ നൈറ്റോ അങ്ങനെയൊക്കെ വരും. സോ ഗായ്സ്, ഇതായിരുന്നു നമ്മുടെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് അതും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലത്തെ അടിപൊളി കണ്ടന്റും അതേപോലെ തന്നെ മോട്ടോ വ്ളോഗിങ്ങും ട്രിപ്പും വ്ളോഗൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ കാണാം. ബൈ.